നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വോട്ടെണ്ണൽ കഴിയുന്നതോടുകൂടി ഈ രാജ്യത്ത് ഒരു പ്രധാന സംഭവം നടക്കും. അത് മറ്റൊന്നുമല്ല, BJPയുടെ പിളർപ്പ് അത് വ്യക്തമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും. എഴുതി വെച്ചോളൂ എന്ന് തന്നെയാണ് മഹാവികാസ് അഘാടി നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാത്തിരുന്നോളൂ. ഉദ്ധവ് താക്കറെ കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഇവിടെ BJPക്ക് പിളർപ്പുണ്ടാകും. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അംഗീകരിക്കാത്തവർ നിരവധി BJPക്ക് അകത്ത് ഇപ്പോഴും ഉണ്ട്. കൃത്യമായി അത് തനിക്കറിയാം എന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുകയാണ്. മഹാരാഷ്ട്രയിൽ പോലും 2 ധ്രുവങ്ങളിലായാണ് BJP നേതൃത്വം. അത് കൃത്യമായി നമുക്കറിയാം. നാഗ്പൂരിൽ പ്രവർത്തിക്കുന്ന BJPക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ വിമുഖതയുണ്ട്. ഫട്നാവിസിനിടയിലും നിതിൻ ഗഡ്കരിക്കിടയിലും അകൽച്ചയുണ്ട്. അത്തരത്തിലേക്ക് പലയിടത്തും പല രീതിയിലും BJPക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായി ആഞ്ഞു വീശാൻ പോകുന്നത് ജൂൺ 4 ശേഷമായിരിക്കുമെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായി തന്നെ അധികാരത്തിലെത്താനുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകും. ഒറ്റയ്ക്ക് 272 എന്ന മാജിക് ഫിഗറിലേക്ക് ഇനി ഒരിക്കലും BJP എത്തില്ല. 200 സീറ്റ് പോലും BJPക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. നരേന്ദ്രമോദി ഊതി വീർപ്പിച്ച കുമിള പോലെ ഒരുപാട് സ്വപ്നങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ല ഇത്. 10 കൊല്ലം ഭരിച്ച നരേന്ദ്രമോദി ഈ രാജ്യത്തെ എങ്ങനെയൊക്കെയാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതെന്നും ഈ രാജ്യത്ത് എന്തുമാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നതും കൃത്യമായി ഓരോരുത്തർക്കും അറിയാം. ഈ രാജ്യം ഒരിക്കലും അദ്ദേഹത്തിനെ തിരിച്ചു വരവിന് വേണ്ടി പ്രേരിപ്പിക്കില്ല എന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ മാത്രമല്ല, എല്ലായിടത്തും അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ട്. വോട്ടെടുപ്പിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും അത് വ്യക്തമാണ് എന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നു. BJP 2ആയി പിളരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. BJP നേതൃത്വത്തെ നയിക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. ഗുജറാത്ത് ലോബിയാണ് BJPയെ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ ഒരിക്കലും മറ്റുള്ളവർ ശ്രമിക്കുകയില്ല. BJP നേതൃത്വത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും അനുസരിക്കാനോ മറ്റുള്ളവർ ശ്രമിക്കില്ല. RSSുമായി പോലും വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്കാണ് ഇപ്പോൾ BJP നേതൃത്വം മാറിയിരിക്കുന്നത്. തീർച്ചയായും RSSുമായിട്ടുള്ള അകൽച്ച അവർക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. BJPയുടെ രാഷ്ട്രീയ രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. എന്താണ് അവരുടെ അജണ്ട എന്നതുപോലും അവർക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അധികാരം കിട്ടണം, എല്ലാ രീതിയിലും അവർക്ക് അനുകൂലമായി നിൽക്കുന്നവരെ മാത്രം വളർത്തിയെടുക്കണം, ഇത്തരത്തിലേക്കാണ്. പക്ഷേ ഒരിക്കലും RSSൻ്റെ ഐഡിയോളജിയോ ആശയമോ ഒന്നുമല്ല നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അവർ ഹിഡനായ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു. അത് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും വില പോവുകയില്ല എന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി.